ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എർത്തിൻ്റെ 2 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു മെത്തേഡ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് നമ്മൾ എർത്തിൻ്റെ കണ്ടിന്യൂഷനായി അടുത്ത മെത്തേഡ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അധികം സമയം കളയേണ്ട, പോകാം ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത മെത്തേഡായ പൈപ്പ് എർത്തിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So, bury a pipe vertically deep into the ground. A 10-foot long C-class galvanized iron pipe is used as the base of the ground. Connector with 75 mm GI flanges welded on. The flanges have 6 holes. The flanges have 6 holes which are used for wiring. The area surrounding the pipe is filled with layers of charcoal, salt or an earth reactivation compound. അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എർത്ത് പിറ്റ്. കൺസ്ട്രക്ഷൻ and maintaining an earth pit. Construction and maintaining of an earth pit. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എർത്ത് പിറ്റ് ആർ ഡിസൈൻഡ് ടു റെഡ്യൂസ് ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ഐഡിയലി ടു 1 ohm to achieve this. അപ്പോൾ earthing pits are designed to reduce the ground resistance ideally to 1 ohm to achieve this. Second point എന്ന് പറയുന്നത് an area of 1.5 m by 1.5 m is excavated to a depth of 3 meter. ആണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് the pit is half filled with a mixture of wood, coal, powder, sand and salt. അപ്പോൾ the pit is half filled with a mixture of wood, coal, powder, sand and salt. ഇനി അതുപോലെ തന്നെ a 500 mm by 10 mm GI plate അല്ലെങ്കിൽ എർത്ത് പ്ലേറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മിഡിൽ. അപ്പോൾ 500 mm by 10 mm GI plate or earth plate is placed in the middle. Connections between the earth plate and the surface are installed for system earthing. Connection between the earth plate and the surface are installed for system earthing. അത് കഴിഞ്ഞിട്ട് the rest of the pit is filled with a coal, sand or salt mixture. Coal, sand and salt mixture. Coal, salt and sand mixture. ഇനി അടുത്ത് പറയുന്നത് in summer the pit should be watered to keep it from dying out. ഇനി അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് എർത്ത് പിറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വുഡ് കോൾ പൗഡർ ഈസ് എ ഗ്രേറ്റ് കണ്ടക്ടർ ആൻഡ് പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് ദ മെറ്റൽ പാർട്സ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വുഡ് കോൾ പൗഡർ ഈസ് എ ഗ്രേറ്റ് കണ്ടക്ടർ ആൻഡ് പ്രിവെൻറ്റ്സ് കൊറോഷൻ ഓഫ് ദ മെറ്റൽ പാർട്സ്. സെക്കൻഡ് വൺ പറയുന്നത് ദ സോൾട്ട് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഈസിലി ഇൻക്രീസിങ് കണ്ടക്ടിവിറ്റി സിഗ്നിഫിക്കൻ്റ്ലി. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സാൻഡ് അലൗസ് വാട്ടർ ടു percolate through the entire pit. അപ്പോൾ സാൻഡ് അലൗസ് വാട്ടർ ടു percolate through the entire pit. എർത്ത് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ഓഫ് ദ എർത്തിങ് സിസ്റ്റം ഈസ് അഫക്റ്റഡ് ബൈ എ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോയിൽ റെസിസ്റ്റൻസ്. സെക്കൻഡ് വൺ പറയുന്നത് മോയ്സ്ചർ. തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് സോൾട്ട്. അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻസ്.
ഒബ്സ്ട്രക്ഷൻസ്. The last one is current magnitude. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കറണ്ട് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പോയിന്റ് വന്നിട്ട് ഏതാണ് ഇതിന് എർത്ത് റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യാത്തത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എർത്ത് റെസിസ്റ്റൻസ് അഫക്റ്റ് ചെയ്യുന്നത് സോയിൽ റെസിസ്റ്റൻറ്റ്, മോയിസ്ചർ, ഡിസോൾവ്ഡ് സോൾട്ട്, ഒബ്സ്ട്രക്ഷൻ ആൻഡ് കറണ്ട് മാഗ്നിറ്റ്യൂഡ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷറിംഗ് എർത്ത് റെസിസ്റ്റൻസ്. മെഷറിംഗ് എർത്ത് റെസിസ്റ്റൻസ്. measuring earth resistance. Measuring earth resistance. അപ്പോൾ earth resistance is measured with an earth tester, also called a megger. Also called megger. Megger. അപ്പോൾ earth resistance is measured with an earth tester, also called a megger, which can test the resistance with a resistance across a large across a range of current resistance, current and distance. അപ്പോൾ earth resistance is measured with an earth tester, also called a megger, which can test the resistance across a range of current and distance. അതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് ഓം മീറ്റർ ടു മെഷർ റെസിസ്റ്റൻസ് ആൻഡ് സ്പൈക്സ് ദാറ്റ് ആർ സ്റ്റോക്ഡ് into the ground for measuring. അപ്പോൾ it consists of a voltage source ohm meter to measure resistance and spikes that are stocked into the ground for measuring. അപ്പോൾ ഇത്രയാണ് നമുക്ക് എർത്തിങ്ങിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ എർത്തിങ് എന്ന് പറയുന്ന പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ MCQ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ MCQ ആയിട്ട് വരുന്നവരേക്കും നമുക്ക് ഗുഡ് ബൈ.